ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വലിയ ഭാഗ്യവതിയായ സഹോദരിയല്ലേ? നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തിരിക്കുന്ന അവിടുത്തെ ഭാര്യമാർ നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യമായി നബി തങ്ങൾ കല്യാണം കഴിച്ചത് ആരെയാണ്? ബഹുമാനപ്പെട്ട ബീബി ഖദീജത്തുൽ കുബ്ര. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വയസ്സ് 25, ഖദീജ ബീവിക്ക് 40 അല്ലേ? പിന്നെ ഖദീജ ബീവിയും റസൂലുള്ളയും ഇണയും തുണയുമായി ജീവിച്ച ജീവിതം 25 വർഷം നീണ്ടു. നബി തങ്ങൾക്ക് വയസ്സ് 50 അപ്പോൾ ബഹുമാനപ്പെട്ട ഖദീജ ബീവി വഫാത്തായി അല്ലേ? ഖദീജ ബീവിയെ നബി തങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരാൾ കല്യാണം കഴിച്ചു, 2 കുട്ടികളുണ്ട്, ആ ഭർത്താവ് മരിച്ചു. പിന്നെ വേറൊരാൾ കല്യാണം കഴിച്ചു, അതിൽ 2 കുട്ടികൾ, 4 കുട്ടികളുടെ ഉമ്മയും 40 കാരിയും. അതാണ് റസൂലുള്ളാഹിന്റെ ആദ്യത്തെ കല്യാണം. ഇന്നൊക്കെ ഈ വിമർശകന്മാരായ ആളുകൾ വിമർശിക്കാൻ മാത്രമേ അവർ പഠിച്ചിട്ടുള്ളൂ. എന്തെങ്കിലും നിർമ്മിക്കാൻ പഠിച്ചിട്ടില്ല, എന്തെങ്കിലും നിലനിർത്താൻ പഠിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ അറബി എന്നൊക്കെ പറയുന്ന ആളുകൾ ഇന്ന് എത്ര ശാസ്ത്രജ്ഞന്മാരും വലിയ 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 ആളുകളുമൊക്കെ ഉണ്ട്. അവർക്ക് എന്ത് വിപ്ലവമാണ് ഇവിടെ സാധ്യമായത്? നബി മുഹമ്മദുർ റസൂലുള്ളാഹ് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ വന്നിരിക്കുന്ന വിപ്ലവം ലോകരാഷ്ട്രങ്ങളിൽ കോടിക്കണക്കിന് ആണും പെണ്ണും, ഡോക്ടർമാരും എഞ്ചിനീയർമാരും പണ്ഡിതന്മാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ചരിത്രകാരന്മാരും എന്ന് വേണ്ട ഇന്നും ലക്ഷങ്ങൾ ഇസ്ലാമിലേക്ക് സ്വീകരിച്ചുകൊണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. നബി തങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന വിപ്ലവം ലോകത്ത് മുഴുവൻ ഏതെല്ലാം തരത്തിലാണ് ആ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചത് ഖദീജ ബീവിനെ 40ാമത്തെ വയസ്സ് അല്ലേ? നബി തങ്ങൾക്ക് 25. ഖദീജ ബീവി വഫാത്തായിട്ട് നബി തങ്ങൾക്ക് പിന്നെ 3 വർഷം ഭാര്യമാരില്ല. നബി തങ്ങളുടെ 51, 52, 53 3 വർഷം നബി തങ്ങളെ വീട്ടിൽ ആരും ഇണതുണയില്ല. കല്യാണം ചെയ്തു എന്ന് പഠിച്ചാൽ പോരാ, പഠിക്കും കൂടി വേണം ബാക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 53ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് പോകാൻ ഒരുങ്ങുന്നൊക്കെ ടൈമായി തുടങ്ങി. അപ്പോഴാണ് ഖവലത്ത് റളിയല്ലാഹു അൻഹ ചെന്നിട്ട് പറയുന്നത്, നബിയെ, ഒരു ഇണതുണയില്ലാത്ത ജീവിതമായല്ലോ നിങ്ങൾക്ക്. ഖദീജ വഫാത്തായ ശേഷം പിന്നെ കൂടെ ആരും ഇല്ലല്ലോ. ഖദീജയിൽ ജനിച്ചിരിക്കുന്ന ഈ കുട്ടികളൊക്കെ സംരക്ഷിക്കാൻ തങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ടൊരു കല്യാണം വേണ്ടേ? അങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ 2ാമത്തെ കല്യാണത്തെ പറ്റി ആലോചിക്കുന്നത്. 2ാമത്തെ കല്യാണം 2ആണ്. 1 നബി തങ്ങൾ വിവാഹം ചെയ്ത് വീട് കൂടിയിരിക്കുന്ന 2ാമത്തെ കല്യാണം ആരാണ്? 2ാമത്തെ കാര്യം ബഹുമാനപ്പെട്ട ബീവി സൗദ റളിയല്ലാഹു അൻഹ. സൗദ ബീബി റളിയല്ലാഹു. സൗദ ബീവിയാണ് നബി തങ്ങൾ 2ാമത് കല്യാണം കഴിക്കുന്നത്. സൗദ ബീവിനെ കല്യാണം കഴിക്കുമ്പോൾ നബി തങ്ങളുടെ വയസ്സ് 53. സൗദ ബീവിക്ക് എത്ര മക്കളാണെന്നറിയാം? റസൂലുള്ളാഹി 2ാമത് കല്യാണം കഴിക്കുന്ന സൗദ ബീവി അറബികളുടെ കറുത്ത വർഗത്തിൽപ്പെട്ട പെണ്ണ. അതോടൊപ്പം സൗദ ബീവി കുറച്ച് തടിച്ച പെണ്ണ, നല്ല തടി കൂടിയിട്ടുണ്ട്, കറുത്ത വർഗത്തിൽപ്പെട്ട ആളുമാണ്. അതോടൊപ്പം സൗദ ബീവിക്ക് 6 കുട്ടികളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, കല്യാണം കഴിച്ചിട്ട് പുതുമണവാട്ടി വീട്ടിലേക്ക് വരികയാണ്. എങ്ങനെ? 6 മക്കളെ ആയിട്ട് എങ്ങനെ ഉണ്ടാവും പുതുമണവാട്ടിൻ്റെ വരവ്? നിങ്ങൾ ഓർത്ത് റസൂലുള്ള കല്യാണം കഴിച്ചതെന്ന് മാത്രം പഠിച്ചാൽ മതിയാ? നബി തങ്ങൾ കല്യാണം കഴിച്ചത് അങ്ങനെ. റസൂലുള്ളാഹി തങ്ങൾ ഓരോ കല്യാണം പഠിക്കണം. മറ്റൊരു കല്യാണം റസൂലുള്ളാഹി കഴിച്ചത് ആരെയാണ്? ഉമ്മു സലമ ബീബിയാണ്. ഉമ്മു സലമ ബീബി അബൂ സലമ കല്യാണം കഴിച്ചു. അബൂ സലമ റളിയല്ലാഹു അൻഹു ഉഹദിൽപ്പെട്ടിരിക്കുന്ന ഒരു പരിക്കിൽ സംഭവിച്ച ബഹുമാനപ്പെട്ടവർ വഫാത്തായി, ഷഹീദായി. അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായ ശേഷം ഉമ്മു സലമ ബീബി മദീനത്ത് കഷ്ടപ്പെട്ടു. കാരണം അവർക്ക് മദീനത്ത് കുടുംബങ്ങളില്ല, കൂട്ടുകാരില്ല, അറിയുന്നവരില്ല, ആരുമില്ല. രക്തബന്ധത്തിലും വിവാഹബന്ധത്തിലും ഒന്നും അവിടെ ആളില്ല. 4 കുട്ടികളുടെ ഉമ്മയാണ് ഉമ്മു സലമ ബീവി. ദിവസവും ഉമ്മു സലമ ബീവിയുടെ പട്ടിണിയിലും പായേരവും ഇതിങ്ങനെ മദീനത്ത് ചർച്ചയാണ്. നബി തങ്ങൾക്കൊരു പെണ്ണ് താമസിക്കുന്ന വീട്ടിലേക്ക് വെറുതെ കയറി ചെല്ലാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. നബി തങ്ങളുടെ കല്യാണം പഠിക്കണം. വിധവകളെ, യതീമായ മക്കളെ പോറ്റുന്ന വിധവകളെ സംരക്ഷിക്കാൻ ബഹുഭാര്യത്വം എന്ന മുദ്രാവാക്യമാണ് നബി തങ്ങൾ സമൂഹത്തിന് നൽകിയ സന്ദേശം. എല്ലാ കല്യാണങ്ങളും പരിശോധിച്ചു നോക്കും. റസൂലുള്ളാഹി ഉമ്മു സലമ ബീവിയെ കല്യാണം കഴിക്കും. ഉമ്മു സലമ ബീവിക്ക് 4 മക്കളാണ്. യാ റബ്ബ്, 4 മക്കളാണ് ഉമ്മു സലമ ബീവിക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ദിവസം ഉമ്മു സലമ ബീവിക്ക് വിവരം അറിയിച്ചു, കഷ്ടപ്പെട്ടിട്ട് പട്ടിണിയാണ്. അപ്പോൾ റസൂലുള്ളാഹി വിവരം അറിയിച്ചു, ഉമ്മു സലമയെ നബി തങ്ങൾ കല്യാണം കഴിക്കാൻ. ആ വിവരം കിട്ടിയപ്പോൾ ഉമ്മു സലമ ബീവിൻ്റെ 2 കണ്ണും കുടുകുടാ കണ്ണുനീരായി. ഒന്ന് സന്തോഷത്തിൻ്റെ കണ്ണുനീര്, ഒന്ന് ദുഃഖത്തിൻ്റെ കണ്ണുനീര്.
എന്നിട്ട് ബീവി പറഞ്ഞു, കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് റസൂലുള്ളാഹിനോട് നേരിട്ട് 1-2 കാര്യം സംസാരിക്കാനുണ്ട്, അതിന് അവസരം തരണമെന്ന് പറഞ്ഞു. യാ റബ്ബ്, റസൂലുള്ളാഹി തങ്ങൾ അവസരം കൊടുത്തു. ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ മുത്തനബിയോട് പറയുകയാണ്, നബിയെ, തങ്ങൾ എന്നെ വിവാഹം ചെയ്യാമെന്ന് കേട്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷത്തിന് കണക്കില്ല. കാരണം ഞാൻ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പദവിയിലേക്ക് ഉയരുകയാണ്. അതോടൊപ്പം നാളെ സ്വർഗത്തിൽ എൻ്റെ സീറ്റ് ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അതിരറ്റ സന്തോഷമുണ്ട്. പക്ഷേ എനിക്കൊരു വല്ലാത്ത സങ്കടമുണ്ട് നബിയെ. എൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതിയിൽ തന്നെ ഞാൻ വല്ലാതെ ദേഷ്യമുള്ള പെണ്ണാണ്. പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. ചില ആളുകൾക്ക് അങ്ങനെയാണ്, ദേഷ്യപ്പെട്ടാൽ. ചില ചായ ക്ലാസ്സിൽ കുടിച്ചാണ്ടല്ലോ, ചായ കഴിഞ്ഞാലും ക്ലാസ്സിൻ്റെ ചൂട് മാറൂല. അങ്ങനെയുണ്ട് ചില സംഗതി. ചില യോഗത്തിലൊക്കെ ചില ആളുകൾക്ക് ദേഷ്യം പിടിച്ചാൽ യോഗം പിരിഞ്ഞാലും ഒരു ദേഷ്യം മാറിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ ചില ആളുകളുണ്ട് അല്ലേ. ചിലപ്പോൾ ചില ആളുകൾ ദേഷ്യപ്പെട്ടാൽ അവസാനം പറയേണ്ടത് ആദ്യം പറയും. ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ പറയും ആളുകൾ, എണ്ണാൻ തുടങ്ങിയത് തന്നെ 100 എന്നാന്ന് പറയും. ഞാനിങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കുറേ മഹല്ലത്തിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകുന്ന ആളാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ വിവാഹ കേസ് വരും, ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയിട്ട്. നാളൊരു ഭാര്യ ഭർത്താക്കന്മാരെ കേസ് തീർക്കാൻ വേണ്ടി ഒന്ന് നോക്കുമ്പോൾ ഒരു പെണ്ണുങ്ങൾ പറഞ്ഞു തുടക്കത്തിൽ തന്നെ, ഉസ്താദെ, അറുത്ത് കൊട്ടയിലാക്കിയാലും അയാളെ കൂടെ ഞാൻ പോകില്ല. അപ്പം ഞാൻ പറഞ്ഞു, അതിലേറെ നല്ല പിന്നെ ഉദയത്തിൻ്റെ ഇറച്ചി വാങ്ങാനാണ്, നിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന്. അല്ല, ചിലത് അങ്ങനെ വേണ്ടി ഒരു സാർ. അപ്പോൾ ഈ പെണ്ണുങ്ങൾ ഭയങ്കര സംസാരം, വല്ലാത്ത സംസാരം. അത് കേട്ടപ്പോൾ ഈ പുരുഷനായ ചങ്ങാതി വളരെ ദയനീയമായിട്ട് അയാൾ പറഞ്ഞു, ഉസ്താദെ, ഇവളിങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അവളെ കാര്യം ഒഴിവാക്കി കൊടുത്തോളാം, എനിക്ക് നഷ്ടപരിഹാരം തന്നാൽ മതിയെന്ന്. അപ്പോൾ ഇവൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നഷ്ടപരിഹാരം നിങ്ങൾക്കല്ല, നിങ്ങളെ കൂർക്കം വലി സഹിച്ചിനി എനിക്കാ നഷ്ടപരിഹാരം തന്നെ. തമ്മിൽ പിണങ്ങിയാൽ പിന്നെ അങ്ങനെയാണല്ലോ ഇല്ലേ. നല്ല നിലക്ക് നിൽക്കുമ്പോൾ ഇവനിങ്ങനെ കൂർക്കം വലിച്ചെങ്കിൽ ഇവക്ക് ഉറക്കു വരുള്ളൂ, ഒരു മ്യൂസിക്കായിട്ട് ഇങ്ങനെ അല്ലേ. ഒരു ദിവസം വലി നടന്നില്ലെങ്കിൽ പടച്ചോൻ എന്ന് വലിയൊന്നും കേൾക്കുന്നില്ല, എന്ത് പറ്റി ഒന്ന് തൊട്ട് നോക്കും, ഒന്ന് അനങ്ങണില്ലല്ലോ. ഇതിപ്പോൾ തമ്മിൽ പിണങ്ങി നോക്കുമ്പോൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ട മട്ടത്തിലാണ് കാണുന്നത്. അള്ളാഹു ഖൈറ് തരട്ടെ. പെട്ടെന്ന് സംസാരിക്കും ചില ആളുകൾ. ഉമ്മു സലമ ബീബി റസൂലുള്ളാഹിനോട് പറയാൻ, നബിയെ, തങ്ങൾ എന്നെ കല്യാണം കഴിക്കൽ വല്ലാത്ത ഭാഗ്യമാണ്, പക്ഷേ ഞാൻ പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യപ്പെട്ടാൽ എന്താണ് സംസാരിക്കേണ്ടതെന്ന് എനിക്കെന്നെ അറിയില്ല. അങ്ങനത്തെ ഒരു പ്രകൃതിയാണ് എൻ്റെത്. തങ്ങളും ഞാനും ഇണതുണയായി ജീവിക്കുന്ന സമയത്ത് എനിക്കെങ്ങാനും ദേഷ്യം വരികയും തങ്ങളെ മുഖത്ത് നോക്കി ഞാൻ ദേഷ്യപ്പെടുകയും ചെയ്താൽ എനിക്ക് പിന്നെ നരകത്തിരുന്ന് കരകയറാൻ കൂടൂല. ഇതൊരു വല്ലാത്ത സങ്കടമല്ലേ. അതുകൊണ്ട് ഞാൻ വല്ലാത്ത വിഷമത്തിലാണ് നബിയേ. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങളൊരു പെണ്ണ് കാണാൻ വേണ്ടി പോയി, അവൾ പറയാണ് നിങ്ങളോട്, കല്യാണത്തിനൊന്നും കുഴപ്പമില്ല, ഞാൻ നല്ല ദേഷ്യക്കാരിയാണ് കേട്ടോ, അത് സഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ ഉണ്ടാവും? എന്നാൽ പിന്നെ അതന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിക്കുമോ? നമ്മളെ ബ്രോക്കർമാർക്കൊണ്ടൊരു കല്യാണത്തിന് പെണ്ണ് കാണിച്ചു കൊടുക്കൽ. ഒരു ചെക്കന് പെണ്ണ് കാണിച്ചു കൊടുത്ത് നോക്കുമ്പോൾ ആ പെണ്ണ് നടത്തത്തിന് ഇങ്ങനെ ചെറിയൊരു ഇത്. അപ്പോൾ ബ്രോക്കറോട് ചോദിച്ചു, ആ പെണ്ണിൻ്റെ കാലിനെന്തേ കുഴപ്പമുണ്ടോന്ന്. അത് നടത്തത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുക, കുഴപ്പമുള്ളതല്ല. അപ്പം ഇതൊക്കെ അവർക്ക് നടക്കും. കല്യാണം കഴിക്കുന്ന ആൾ ആലോചിക്കേണ്ട അവൻ്റെ കാര്യം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനോട് ഉമ്മു സലമ ബീബി പറയാണ്, നബിയെ, തങ്ങൾ എന്നെ കല്യാണം കഴിച്ചാൽ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളാണ്. ആ ദേഷ്യമെങ്ങാനും തങ്ങളെ മുഖത്തേക്ക് പ്രകടിപ്പിച്ചാൽ ഞാൻ കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരും. അപ്പ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഉമ്മു സലമ, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങളെ ആ സ്വഭാവത്തിന് മാറ്റം വരാൻ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തോളാം. മുഹമ്മദ് മുസ്തഫ. വിമർശകർ പഠിക്കണം, നബി മുഹമ്മദുർ റസൂലുള്ളാഹ് 4 കുട്ടികളുള്ള ഉമ്മയെ കല്യാണം കഴിക്കാൻ ആലോചിച്ച റസൂലുള്ളാഹിനോട് ഉമ്മ പറയാണ്, ഞാൻ വലിയ ദേഷ്യക്കാരിയാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ ദേഷ്യത്തിൻ്റെ മാറ്റം വരാൻ ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്തോളാം. അപ്പോൾ ഉമ്മു സലമ ബീവി പറഞ്ഞു, എന്നാൽ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അല്ലാ, കെട്ടുന്ന പെണ്ണിനാണ് ഡിമാൻഡ്. ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന്. അതെന്താന്ന് ചോദിച്ചു. നബിയെ, എനിക്ക് പ്രായമായില്ലേ? നബി തങ്ങളെക്കാൾ 2 വയസ്സ് കൂടുതലാണോ എന്ന് പറയും. അപ്പോൾ എനിക്ക് പ്രായമായില്ലേ നബിയെ, തങ്ങളോടൊപ്പം ഒരു ഇണയായിട്ട് ജീവിക്കാൻ എനിക്ക് പ്രായമായില്ലേ? അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അത് സാരമില്ല, എനിക്കും പ്രായമായല്ലോ, പ്രായത്തിൻ്റെ കാര്യം നമ്മൾ 2 പേരും സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മു സലമ ബീവി പറഞ്ഞു, എനിക്കൊന്നും കൂടി പറയാനുണ്ടെന്ന്. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടെന്ന്. അതെന്താ? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ, പ്രായം അങ്ങനെ പരിഗണിക്കാം, ബാക്കിയുള്ളതൊക്കെ അങ്ങനെ വിടാം. എന്നാലും ഞാൻ തങ്ങളോടൊപ്പം ഒരു ഇണയും തുണയുമായി ജീവിക്കുമ്പോൾ
നബിയേ, ഞാൻ തങ്ങളെ വീട്ടിലേക്ക് പുതുമണവാട്ടിയായി വരുമ്പോൾ എൻ്റെ കൂടെ 4 മക്കളുണ്ട്. നബിയെ, ഞാൻ ഈ 4 മക്കളെ സംരക്ഷിക്കുകയാണോ ചെയ്യേണ്ടത്, അതല്ല തങ്ങൾക്കൊരു ഭർത്താവായി നിൽക്കുകയാണോ വേണ്ടത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പെൺകുട്ടികളെ നോക്കി, ഈ മക്കളെ നോക്കിയിട്ട് അവരെ സംരക്ഷിക്കുന്നതിനിടക്ക് തങ്ങളെ കടമകളൊക്കെ നിർവഹിക്കാൻ എനിക്ക് കഴിയുമോ? അതങ്ങ് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഉമ്മു സലമ ഭയപ്പെടണ്ട, കല്യാണം കഴിഞ്ഞാൽ കുട്ടികളെ നമുക്ക് 2 പേർക്കും സംരക്ഷിച്ചുകൂടെ? യാ റബ്ബ് യാ റബ്ബ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കുടുംബ ജീവിതം. അപ്പൊ അതുകൊണ്ട് നാം ഓർക്കണം, നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബാക്കളും ഇരിക്കുന്ന സദസ്സിൽ വന്നുകൊണ്ട് കുട്ടിയെ ചേർക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മോനെ, നിനക്ക് വിശുദ്ധ ഖുർആനിൽ വല്ലതും പാഠമുണ്ടോ? അള്ളാഹിൻ്റെ റസൂലിനോട് ആ ചെറിയ കുട്ടി സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, ഞാൻ ഖുർആനിൽ നിന്ന് 17 സൂറത്തുകൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. യാ റബ്ബ്, ഞാൻ ഖുർആനിൽ 17 സൂറത്തുകൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഓതാൻ പറഞ്ഞു. അല്ലാഹ് സ്വഹാബാക്കൾ, അക്കാബിറു സ്വഹാബത്തൊക്കെ അങ്ങനെ ഇരിക്കുന്ന സഭയിൽ ആ കുട്ടി അങ്ങോട്ട് ഓതിയപ്പോൾ സയ്യിദുനാ മലക്ക് ജിബ്രീൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ജിബ്രീൽ റസൂലുള്ളാഹിക്ക് ഓതിക്കൊടുത്തിട്ട് നബി തങ്ങൾ ഓതിക്കൊടുത്ത അതേ രൂപത്തിൽ വല്ലാത്ത അക്ഷരശുദ്ധി, എന്തൊരു സ്ഫുടമായിരിക്കുന്ന ഓത്താണ്. ഖുർആന്റെ തജ്വീദും തർത്തീലുമൊക്കെ നന്നായിട്ട് 17 സൂറത്തങ്ങ് ഓതിയപ്പോൾ ഉമ്മ പറഞ്ഞു, നബിയേ, എൻ്റെ മോനിക്ക് ഓതുന്നത് മാത്രമല്ല ഖുർആൻ എഴുതാനും അറിയാം നബിയേ. അല്ലാഹു റബ്ബി, എൻ്റെ മോനിക്ക് ഓതാൻ മാത്രമല്ല എഴുതാനും അറിയാം നബിയേ. അതങ്ങ് പറഞ്ഞപ്പോൾ എഴുത്ത് അന്ന് അപൂർവം ആളുകൾക്കേ അറിയുകയുള്ളൂ, എഴുതാനും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മോനോടൊന്ന് എഴുതാൻ ആവശ്യപ്പെട്ടു. എന്ത് നല്ല കയ്യക്ഷരത്തിലാണ് അറബി എഴുതുന്നത്, ഖുർആൻ എഴുതുന്നത്. അല്ലാഹ്, എഴുത്തും അതുപോലെ തന്നെ ഓത്തും അത് രണ്ടും നല്ല ക്ലിയർ ആയപ്പോൾ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടെ ദർസിൽ ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോനെ, ഇപ്പോൾ അധികമായ ആളുകൾ മദീനയിൽ വരുന്നത് ഇബ്രാനി സംസാരിക്കുന്നവരുണ്ട്, സുരിയാനി സംസാരിക്കുന്നവരുണ്ട്. യഹൂദികളും നസാറാക്കളുമായി അവരെ തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും ഒക്കെ ഭാഷ അറിയുന്നതും ഓതുന്നവരും അങ്ങനെയുള്ള ലെറ്ററുകളും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് കൂടി ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ നീ ഭാഷ പഠിക്കണമെന്ന് പറഞ്ഞു. തഅല്ലം ലീ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്, എനിക്ക് വേണ്ടി നീ ഇബ്രാനി പഠിക്കണം, എനിക്ക് വേണ്ടി നീ സുരിയാനി ഭാഷ പഠിക്കണം. ആ കുട്ടി ഏറ്റെടുത്തു. എന്നിട്ട് സെയ്ദ് ബിൻ സാബിത്ത് തങ്ങൾ പറയുകയാണ്, ഞാൻ ഒരാഴ്ച മറ്റൊന്നും ചിന്തിച്ചില്ല. ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ സാബിത്ത് തങ്ങൾ ഇരുന്ന ഇരിപ്പിൽ പഠിക്കാൻ തുടങ്ങി. ഒരാഴ്ച കൊണ്ട് ഇബ്രാനി ഭാഷയും പഠിച്ചു, സുരിയാനി ഭാഷയും പഠിച്ചു, എഴുത്തും വായനയും എല്ലാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിക്ക് 3 ഭാഷയിൽ എഴുതി കൊടുക്കുന്നു, 3 ഭാഷയിൽ വായിച്ചു കൊടുക്കുന്നു, 3 ഭാഷയിൽ സംസാരിച്ചു കൊടുക്കുന്നു. അല്ലാഹ്, നമ്മുടെ ഹിഫ്ളുൽ ഖുർആൻ കോളേജുകളും നമ്മുടെ ദഅവാ കോളേജുകളും ഒക്കെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? 2 വിദ്യാഭ്യാസവും ഒരുമിച്ച് നൽകുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം 8ാം ക്ലാസ്സിൽ സ്കൂളിൽ ചേർന്ന കുട്ടി +1 +2 അതേപോലെ തന്നെ ഡിഗ്രി PG ചെയ്തുകൊണ്ടാണ് കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്നത്. സഖാഫി ബിരുദധാരികൾ, അതുപോലെ തന്നെ ഹസനി ബിരുദധാരികൾ, വിവിധ കോളേജുകളിൽ ബിരുദം വാങ്ങുന്ന ആളുകൾ PG ചെയ്തുകൊണ്ട്. എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിനോട് പറഞ്ഞു, അറബി മാത്രം പോരാ, ഇബ്രാനി പഠിക്കണം, സുരിയാനി പഠിക്കണം. മുത്ത് നബിക്ക് വേണ്ടി ആ കുട്ടി അത് പെട്ടെന്ന് പഠിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഒരാഴ്ച കൊണ്ട് അതുകൂടി പഠനം കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ മറ്റു സ്വഹാബാക്കൾക്ക് മധ്യത്തിൽ വെച്ച് പ്രഖ്യാപിച്ചു, കാത്തിബുൽ വഹ്യ് സെയ്ദ് ബിൻ സാബിത്ത്. വിശ്വസ്തനായ സെയ്ദ് ബിൻ സാബിത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹ്യ് എഴുതി വെക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. പിന്നെ നബി തങ്ങൾക്ക് ഒരു ആയത്ത് അങ്ങോട്ട് കിട്ടിയാൽ ഉടനെ ആ ആയത്ത് സെയ്ദ് ബിൻ സാബിത്തിന് ഓതിക്കൊടുക്കും. അത് ബഹുമാനപ്പെട്ടവർ തിരിച്ച് റസൂലുള്ളാഹിക്ക് ഓതി കേൾപ്പിക്കും. എന്നിട്ട് അത് എഴുതും. എഴുതി കഴിഞ്ഞിട്ട് എഴുതിയത് റസൂലുള്ളാഹിക്ക് ഓതി കേൾപ്പിക്കും. ഇനി സെയ്ദ് ബിൻ സാബിത്ത് തങ്ങൾ പറയട്ടെ, ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലം അതേതാ കാലം? ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഏതാ? നബി തങ്ങളിൽ നിന്ന് ഫ്രഷായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഓതിക്കൊടുത്ത ഉടനെ റസൂലുള്ളാഹി ഓതിക്കൊടുക്കുന്ന അക്കാലമാണ്. ഏതിനും അതിൻ്റെ അവ്വലുണ്ടല്ലോ. അല്ലാഹു റബ്ബി, ഒരു ബിരിയാണിൻ്റെ ചെമ്പ് പൊട്ടിച്ച ഉടനെ ആ ചൂടോടുകൂടെ കിട്ടണം അല്ലേ? അതാണ് അതിൻ്റെ രസം. നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകണത് വേഗാക്കാന്ന് വിചാരിച്ചത്. അപ്പോ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളിൽ നിന്ന് ഖുർആൻ പഠിക്കുന്ന കാലമാണ്. അവിടെ സെയ്ദ് ബിൻ സാബിത്ത് തങ്ങൾ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലം എങ്ങനെയാണ് പഠിക്കുന്നത്? അവർ പഠിച്ച രീതി പറയുക.
ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലത്ത് ആദ്യം പഠിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആന്റെ ആയത്തങ്ങോട്ട് ഓതിയാൽ സ്വഹാബാക്കൾ പറയുകയാണ്, ഞങ്ങൾ ആദ്യം പഠിക്കുന്നത് ഖുർആന്റെ തിലാവത്ത് എങ്ങനെയാണ് ഓതേണ്ടത്, ഖുർആന്റെ തജ്വീദ് നിയമങ്ങൾ, ഖുർആന്റെ തിലാവത്ത് നിയമങ്ങൾ, അല്ലേ, ഖുർആന്റെ പാരായണ നിയമം അനുസരിച്ചുകൊണ്ട് അതാണ് ആ ആയത്തിൽ നിന്ന് എങ്ങനെയാണ് ആ ആയത്ത് ഓതേണ്ടത്. അറബികളാണ് ആ പഠിക്കുന്നത്. പക്ഷെ അറബികളാന്ന് പറഞ്ഞിട്ടാൽ അവർക്ക് അറബി ശരിക്കും അറിയാം, പക്ഷെ അത് ഖുർആൻ അനുസരിച്ച് അറിയണ്ടേ. അറബികൾക്ക് എന്ത് ചെയ്യാം, അലിഫ് ലാമ് മീമ് സ്വാദ് അതവിടെ എഴുതി വെച്ചാൽ അലമസ എന്ന് വായിക്കാൻ അറബികൾക്ക് അറിയും, അല്ലേ. അലിഫ് ലാം മീം സ്വാദ് അത് റസൂലുള്ളാഹി ഓതി കൊടുത്തെങ്കിലേ അറിയുള്ളൂ, അല്ലേ. അപ്പുറത്തൊരു സൂറത്തിൽ അലിഫ് ലാമ് മീമ് റാ അലമറ എന്ന് വായിക്കാൻ ആർക്കറിയാം, അറബി അറിയുന്നവർക്കറിയാം. അലിഫ് ലാം മീം റാ അതാരാവണം, അത് ഓതി കൊടുക്കണം. അവിടെയാണ് ഒരു ഷെയ്ഖിൽ നിന്ന് പഠിക്കുക, ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക. ഗുരു, ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട്, രു എന്ന് പറഞ്ഞാൽ വെളിച്ചം. ഗുരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആൾ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്ന ആൾ. ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങളിൽ നിന്ന് ആയത്ത് കേട്ടാൽ ആദ്യം അതിൻ്റെ പാരായണ നിയമങ്ങൾ ഞങ്ങൾ പഠിക്കും. 1. 2, ആ ആയത്തിൽ ജീവിതത്തിൽ നിലനിർത്തി പകർത്തേണ്ട വല്ല കർമ്മങ്ങളുണ്ടോ അത് പഠിക്കും. 3, ആ ആയത്തിലുള്ള ഗ്രാമർ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അത് പഠിക്കും. 4, ആ ആയത്തിലുള്ള സാഹിത്യ സമ്പൽ സമൃദ്ധമായിരിക്കുന്ന ആശയങ്ങൾ അത് പഠിക്കും. 5, ആ ആയത്തിൽ അഹ്കാമുകളുണ്ടോ, ഹലാൽ ഹറാം അത് പഠിക്കും. ഇങ്ങനെ ഒരായത്ത് നബിതങ്ങളിൽ നിന്ന് കിട്ടിയാൽ ആ ആയത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടും ചർവിത ചർവണം നടത്തിയും അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചു പോയിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ രേഖപ്പെടുത്തുകയാണ്. ഖുർആൻ പഠിക്കുക. നബിതങ്ങളിൽ നിന്ന് ഖുർആനെ സ്വഹാബാക്കൾ ഈ രൂപത്തിൽ പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബാക്കളോട് പ്രഖ്യാപിച്ചു, ഇദാ അൻതും തുരീദൂന അൻ തസ്അലു ഇൽമൻ മിനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിൽ നിന്ന് വല്ല ഇൽമും നിങ്ങൾക്ക് കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാളെ സമീപിക്കുകയാണോ, നിങ്ങൾ ഫസ്അലൂ സയ്യിദ് ഇബ്നു സാബിത്ത്, ഖുർആനിന്റെ ഇൽമുകൾ നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം അത് നിങ്ങൾ സയ്യിദ് ഇബ്നു സാബിത്തിനോട് ചോദിച്ചോളൂ എന്ന് സ്വഹാബാക്കളെ മധ്യത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് പ്രഖ്യാപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട അംഗമാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ. റസൂലുള്ളാഹിന്റെ അളാപ്പയല്ലേ അബ്ബാസ് തങ്ങൾ, അവരെ മകനാ. മാത്രമല്ല റസൂലുള്ളാഹി അല്ലാഹുമ്മ അയ്യിദു ബി റൂഹിൽ ഖുദ്സ്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് ഈ കുട്ടിയെ ശക്തിപ്പെടുത്തണമെന്ന് ദുആ ചെയ്തിരിക്കുന്ന ആളാ. റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ പ്രമുഖര. അങ്ങനത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം മദീനത്തെ പള്ളിയുടെ അടുത്തെത്തിയപ്പോൾ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എവിടേക്കോ ഒരു യാത്രക്ക് ഇങ്ങനെ ഒരുങ്ങുക. ആ ഒരുങ്ങുന്ന സമയത്ത് മൂപ്പര് യാത്ര പുറപ്പെടുകയാണെന്ന് കണ്ടപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നിട്ട് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് യാത്ര ചെയ്യാനുള്ള ഒട്ടകത്തെ അഴിച്ചു കൊണ്ടുവന്നിട്ട് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് നിർത്തിയിട്ട് ഒട്ടകത്തെ ഇങ്ങനെ മുട്ടുകുത്തിപ്പിച്ചിട്ട് ഖിദ്മത്ത് തീർത്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് യാത്ര ചെയ്യാൻ വേണ്ടി ഒട്ടകത്തെ അഴിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മുട്ടുകുത്തിച്ചിട്ട് ഖിദ്മ ചെയ്തു കൊടുത്തു. അപ്പോൾ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ അഹ്ലു ബൈത്ത് മുത്തനബിന്റെ കുടുംബമാണ്, നിങ്ങൾ ഞങ്ങൾക്കിങ്ങനെ ഖിദ്മത്ത് ചെയ്യുന്നത് അത് ഞങ്ങൾക്കൊരു വല്ലാത്ത വിഷമമാണല്ലോ. ആ സമയത്ത് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഹാക്കദാ ഉമിർതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഇങ്ങനെ കൽപ്പിച്ചത് കൊണ്ടാണ്. ആലിമീങ്ങളെ ബഹുമാനിക്കേണ്ടതിൻ്റെ ബഹുമാനം നബി തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടാണ്. അഅലമുന്നാസി ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് ഏറ്റവും ആലിമായ നിങ്ങളെ ബഹുമാനിക്കുക എന്നത് ഞങ്ങളെ മുത്തനബി പഠിപ്പിച്ച കാര്യമാണ്. അതങ്ങ് തീരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചിട്ട് നല്ലപോലെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഹാക്കദാ ഉമിർതു റസൂലുള്ളാഹി, നിങ്ങളാകുന്ന അഹ്ലു ബൈത്തിനെ, നിങ്ങളാകുന്ന മുത്തുനബിയുടെ കുടുംബത്തെ ഇതുപോലെ ബഹുമാനിക്കണമെന്ന് ഞങ്ങളെയും റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്.
എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ആദരിക്കേണ്ടതിനെ ആദരിച്ചും ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചും അനുസരിക്കേണ്ടതിനെ അനുസരിച്ചും ആദാബുകൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ദീനിയായി ആര്യമായി വിജയിച്ച് ആഖിറം സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ. അഹങ്കാരത്തിനുള്ളതല്ല ഇൽമ്, അഹന്തക്കുള്ളതല്ല ഇൽമ്, തമ്മാടിത്തത്തിനുള്ളതല്ല ഇൽമ്. ഇൽമു എന്ന് പറയുന്നത് അത് നമുക്ക് ഉപകാരപ്പെടണോ? അത് ഗുരുമുഖത്ത് നിന്ന് അതിൻ്റെ ആദരവിലും ബഹുമാനത്തിലും സ്വീകരിച്ച് കണ്ട നിങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ സാബിത്ത് തങ്ങൾക്ക് പോകാനുള്ള വാഹനം തയ്യാറാക്കി കൊടുക്കുന്നു. അവിടുത്തെ പിടിച്ചുകൊണ്ട് ചുംബിക്കൊണ്ട് മറ്റേ ആൾ ചുംബിച്ചു കൊടുക്കുന്നു. വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ പഠിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ നോക്കുക, നമ്മുടെ ആലിമീങ്ങൾ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്കാണ് കടന്നാൽ ആലിമീങ്ങൾ അതിൻ്റെ ചർച്ചയിലേക്കാണ്. ഒരായത്ത് കിട്ടുമ്പോഴേക്ക് ആ ആയത്ത് എപ്പോൾ അവതരിപ്പിച്ചു, അത് മക്കയിൽ അവതരിച്ചതോ മദീനയിൽ അവതരിച്ചതോ, മക്കിയോ മദനിയോ ഒന്ന്. ആ ആയത്ത് നബി തങ്ങൾക്ക് കിട്ടിയത് ലൈലിയോ നഹാരിയോ, രാത്രിയിൽ അവതരിച്ചതോ പകൽ അവതരിച്ചതോ. ആ ആയത്ത് നബി തങ്ങൾക്ക് അവതരിപ്പിച്ചത് സഫരിയോ ഹദരിയോ, യാത്രയിലാകുമ്പോഴാണോ അല്ല നാട്ടിലാകുമ്പോഴാണോ? എന്തെല്ലാം ആണ് അതിനെ സംബന്ധിച്ച് പഠിക്കുന്നത് ഒരായത്തിന്? സുബ്ഹാനല്ലാഹ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയട്ടെ, വിശുദ്ധ ഖുർആനെ ആയത്തിൽ പഠിക്കാൻ സൗകര്യം ഇന്ന് സഹോദരിമാർക്ക് നല്ല പോലെയുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രസ്ഥാനത്തിന് കീഴിൽ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമയുടെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും നല്ല പോലെ പഠിക്കാൻ സൗകര്യമുണ്ട്, നല്ല പോലെ പഠിക്കാൻ സൗകര്യമുണ്ട്. ഇവിടെ നമ്മൾ ഓർക്കണം, ബഹുമാനപ്പെട്ട ബീബി ആയിഷത്ത് റളിയല്ലാഹു അൻഹാ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ വിശുദ്ധ ഖുർആൻ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വലിയ ഭാഗ്യവതിയായ സഹോദരിയല്ലേ? നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തിരിക്കുന്ന അവിടുത്തെ ഭാര്യമാർ നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യമായി നബി തങ്ങൾ കല്യാണം കഴിച്ചത് ആരെയാണ്? ബഹുമാനപ്പെട്ട ബീബി ഖദീജത്തുൽ കുബ്ര. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വയസ്സ് 25, ഖദീജ ബീവിക്ക് 40 അല്ലേ? പിന്നെ ഖദീജ ബീവിയും റസൂലുള്ളയും ഇണയും തുണയുമായി ജീവിച്ച ജീവിതം 25 വർഷം നീണ്ടു. നബി തങ്ങൾക്ക് വയസ്സ് 50 ആയി. അപ്പോൾ ബഹുമാനപ്പെട്ട ഖദീജ ബീവി വഫാത്തായി അല്ലേ? ഖദീജ ബീവിയെ നബി തങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരാൾ കല്യാണം കഴിച്ചു, 2 കുട്ടികളുണ്ട്, ആ ഭർത്താവ് മരിച്ചു. പിന്നെ വേറൊരാൾ കല്യാണം കഴിച്ചു, അതിൽ 2 കുട്ടികൾ, 4 കുട്ടികളുടെ ഉമ്മയും 40 കാരിയും. അതാണ് റസൂലുള്ളാഹിന്റെ ആദ്യത്തെ കല്യാണം. ഇന്നൊക്കെ ഈ വിമർശകന്മാരായ ആളുകൾ വിമർശിക്കാൻ മാത്രമേ അവർ പഠിച്ചിട്ടുള്ളൂ, എന്തെങ്കിലും നിർമ്മിക്കാൻ പഠിച്ചിട്ടില്ല, എന്തെങ്കിലും നിലനിർത്താൻ പഠിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ അറബി എന്നൊക്കെ പറയുന്ന ആളുകൾ ഇന്ന് എത്ര ശാസ്ത്രജ്ഞന്മാരും വലിയ 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 ആളുകളുമൊക്കെ ഉണ്ട്. അവർക്ക് എന്ത് വിപ്ലവമാണ് ഇവിടെ സാധ്യമായത്? നബി മുഹമ്മദുർ റസൂലുള്ളാഹ് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ വന്നിരിക്കുന്ന വിപ്ലവം ലോകരാഷ്ട്രങ്ങളിൽ കോടിക്കണക്കിന് ആണും പെണ്ണും ഡോക്ടർമാരും എഞ്ചിനീയർമാരും പണ്ഡിതന്മാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ചരിത്രകാരന്മാരും എന്ന് വേണ്ട ഇന്നും ലക്ഷങ്ങൾ ഇസ്ലാമിലേക്ക് സ്വീകരിച്ചുകൊണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. നബി തങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന വിപ്ലവം ലോകത്ത് മുഴുവൻ ഏതെല്ലാം തരത്തിലാണ് ആ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചത് ഖദീജ ബീവിനെ 40-ാമത്തെ വയസ്സ് അല്ലേ? നബി തങ്ങൾക്ക് 25. ഖദീജ ബീവി വഫാത്തായിട്ട് നബി തങ്ങൾക്ക് പിന്നെ 3 വർഷം ഭാര്യമാരില്ല. നബി തങ്ങളുടെ 51, 52, 53 3 വർഷം നബി തങ്ങളെ വീട്ടിൽ ആരും ഇണതുണയില്ല. കല്യാണം ചെയ്തു എന്ന് പഠിച്ചാൽ പോരാ, പഠിക്കും കൂടി വേണം ബാക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് പോകാൻ ഒരുങ്ങുന്നൊക്കെ ടൈമായി തുടങ്ങി. അപ്പോഴാണ് ഖവലത്ത് റളിയല്ലാഹു അൻഹ ചെന്നിട്ട് പറയുന്നത്, നബിയെ, ഒരു ഇണതുണയില്ലാത്ത ജീവിതമായല്ലോ നിങ്ങൾക്ക്. ഖദീജ വഫാത്തായ ശേഷം പിന്നെ കൂടെ ആരും ഇല്ലല്ലോ. ഖദീജയിൽ ജനിച്ചിരിക്കുന്ന ഈ കുട്ടികളൊക്കെ സംരക്ഷിക്കാൻ തങ്ങൾ തന്നെയല്ലേ ഉള്ളൂ, അതുകൊണ്ടൊരു കല്യാണം വേണ്ടേ? അങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ 2-ാമത്തെ കല്യാണത്തെ പറ്റി ആലോചിക്കുന്നത്. 2-ാമത്തെ കല്യാണം 2ആണ്. 1, നബി തങ്ങൾ വിവാഹം ചെയ്ത് വീട് കൂടിയിരിക്കുന്ന 2-ാമത്തെ കല്യാണം ആരാണ്? 2-ാമത്തെ കാര്യം ബഹുമാനപ്പെട്ട ബീവി സൗദ റളിയല്ലാഹു അൻഹ, സൗദ ബീബി റളിയല്ലാഹു.
സൗദാ ബീവിയാണ് നബി തങ്ങൾ രണ്ടാമത് കല്യാണം കഴിക്കുന്നത്. സൗദാ ബീവിനെ കല്യാണം കഴിക്കുമ്പോൾ നബി തങ്ങളുടെ വയസ്സ് 53. സൗദാ ബീവിക്ക് എത്ര മക്കളാണെന്നറിയാം? റസൂലുള്ള രണ്ടാമത് കല്യാണം കഴിക്കുന്ന സൗദാ ബീവി അറബികളുടെ കറുത്ത വർഗത്തിൽപ്പെട്ട പെണ്ണ. അതോടൊപ്പം സൗദാ ബീവി കുറച്ച് തടിച്ച പെണ്ണ, നല്ല തടി കൂടിയിട്ടുണ്ട്, കറുത്ത വർഗത്തിൽപ്പെട്ട ആളുമാണ്. അതോടൊപ്പം സൗദാ ബീവിക്ക് 6 കുട്ടികളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, കല്യാണം കഴിച്ചിട്ട് പുതുമണവാട്ടി വീട്ടിലേക്ക് വരികയാണ്, എങ്ങനെ 6 മക്കളെയായിട്ട് എങ്ങനെ ഉണ്ടാവും പുതുമണവാട്ടിൻ്റെ വരവ്? നിങ്ങൾ ഓർത്ത് നോക്ക്. റസൂലുള്ള കല്യാണം കഴിച്ചതെന്ന് മാത്രം പഠിച്ചാൽ മതിയാ. നബി തങ്ങൾ കല്യാണം കഴിച്ചത് അങ്ങനെ. റസൂലുള്ളാഹി നിങ്ങൾ ഓരോ കല്യാണം പഠിക്കണം. മറ്റൊരു കല്യാണം റസൂലുള്ളാഹി അയച്ചത് ആരെയാണ്? ഉമ്മു സലമ ബീബിയാണ്. ഉമ്മു സലമ ബീബി അബൂ സലമ കല്യാണം കഴിച്ചു. അബൂ സലമ റളിയല്ലാഹു അൻഹു ഉഹദിൽപ്പെട്ടിരിക്കുന്ന ഒരു പരിക്കിൽ സംഭവിച്ച ബഹുമാനപ്പെട്ടവർ വഫാത്തായി, ഷഹീദായി. അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായ ശേഷം ഉമ്മു സലമ ബീബി മദീനത്ത് കഷ്ടപ്പെട്ടു. കാരണം അവർക്ക് മദീനത്ത് കുടുംബങ്ങളില്ല, കൂട്ടുകാരില്ല, അറിയുന്നവരില്ല, ആരുമില്ല. രക്തബന്ധത്തിലും വിവാഹബന്ധത്തിലും ഒന്നും അവിടെ ആളില്ല. 4 കുട്ടികളുടെ ഉമ്മയാണ് ഉമ്മു സലമ ബീബി. ദിവസവും ഉമ്മു സലമ ബീവിയുടെ പട്ടിണിയിലും പായേരവും ഇതിങ്ങനെ മദീനത്ത് ചർച്ചയാണ്. നബി തങ്ങൾക്കൊരു പെണ്ണ് താമസിക്കുന്ന വീട്ടിലേക്ക് വെറുതെ കയറി ചെല്ലാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. നബി തങ്ങളുടെ കല്യാണം പഠിക്കണം. വിധവകളെ, യതീമായ മക്കളെ പോറ്റുന്ന വിധവകളെ സംരക്ഷിക്കാൻ ബഹുഭാര്യത്വം എന്ന മുദ്രാവാക്യമാണ് നബി തങ്ങൾ സമൂഹത്തിന് നൽകിയ സന്ദേശം. എല്ലാ കല്യാണങ്ങളും പരിശോധിച്ചു നോക്കും. റസൂലുള്ളാഹി ഉമ്മു സലമ ബീവിയെ കല്യാണം കഴിക്കും. ഉമ്മു സലമ ബീവിക്ക് 4 മക്കളാണ്. യാ റബ്ബ്, 4 മക്കളാണ് ഉമ്മു സലമ ബീവിക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഉമ്മു സലമ ബീവിക്ക് വിവരം അറിയിച്ചു, കഷ്ടപ്പെട്ടിട്ട് പട്ടിണിയാണ്. അപ്പോൾ റസൂലുള്ളാഹി വിവരം അറിയിച്ചു ഉമ്മു സലമയെ നബി തങ്ങൾ കല്യാണം കഴിക്കാൻ. ആ വിവരം കിട്ടിയപ്പോൾ ഉമ്മു സലമ ബീവിൻ്റെ 2 കണ്ണും കുടുകുടാ കണ്ണുനീരായി. ഒന്ന് സന്തോഷത്തിൻ്റെ കണ്ണുനീര്, ഒന്ന് ദുഃഖത്തിൻ്റെ കണ്ണുനീര്. എന്നിട്ട് ബീവി പറഞ്ഞു, കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് റസൂലുള്ളാഹിനോട് നേരിട്ട് 1-2 കാര്യം സംസാരിക്കാനുണ്ട്, അതിന് അവസരം തരണമെന്ന് പറഞ്ഞു. യാ റബ്ബ്. റസൂലുള്ളാഹി തങ്ങൾ അവസരം കൊടുത്തു. ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ മുത്തനബിയോട് പറയുകയാണ്, നബിയെ, തങ്ങൾ എന്നെ വിവാഹം ചെയ്യാമെന്ന് കേട്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷത്തിന് കണക്കില്ല. കാരണം ഞാൻ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പദവിയിലേക്ക് ഉയരുകയാണ്. അതോടൊപ്പം നാളെ സ്വർഗത്തിൽ എൻ്റെ സീറ്റ് ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അതിരറ്റ സന്തോഷമുണ്ട്. പക്ഷേ എനിക്കൊരു വല്ലാത്ത സങ്കടമുണ്ട് നബിയെ. എൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതിയിൽ തന്നെ ഞാൻ വല്ലാതെ ദേഷ്യമുള്ള പെണ്ണാണ്. പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. ചില ആളുകൾക്ക് അങ്ങനെയാണ്, ദേഷ്യപ്പെട്ടാൽ. ചില ചായ ക്ലാസ്സിൽ കുടിച്ചാണ്ടല്ലോ, ചായ കഴിഞ്ഞാലും ക്ലാസ്സിൻ്റെ ചൂട് മാറൂല. അങ്ങനെയുണ്ട് ചില സംഗതി. ചില യോഗത്തിലൊക്കെ ചില ആളുകൾക്ക് ദേഷ്യം പിടിച്ചാൽ യോഗം പിരിഞ്ഞാലും ഒരു ദേഷ്യം മാറിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ ചില ആളുകളുണ്ട് അല്ലേ? ചിലപ്പോൾ ചില ആളുകൾ ദേഷ്യപ്പെട്ടാൽ അവസാനം പറയേണ്ടത് ആദ്യം പറയും. ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ പറയും ആളുകൾ, എണ്ണാൻ തുടങ്ങിയത് തന്നെ 100 പറയും. ഞാനിങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കുറേ മഹല്ലത്തിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകുന്ന ആളാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ വിവാഹ കേസ് വരും, ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയിട്ട്. നാളെ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ കേസ് തീർക്കാൻ വേണ്ടി ഒന്ന് നോക്കുമ്പോൾ ഒരു പെണ്ണുങ്ങൾ പറഞ്ഞു തുടക്കത്തിൽ തന്നെ, ഉസ്താദെ, അറുത്ത് കൊട്ടയിലാക്കിയാലും അയാളെ കൂടെ ഞാൻ പോകില്ലാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിലേറെ നല്ല പിന്നെ ഉദയത്തിൻ്റെ ഇറച്ചി വാങ്ങാനാണ്, നിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന്. അല്ല, ചിലത് അങ്ങനെ വേണ്ടി ഒരു സാർ. അപ്പോൾ ഈ പെണ്ണുങ്ങൾ ഭയങ്കര സംസാരം, വല്ലാത്ത സംസാരം. അത് കേട്ടപ്പോൾ ഈ പുരുഷനായ ചങ്ങാതി വളരെ ദയനീയമായിട്ട് അയാൾ പറഞ്ഞു, ഉസ്താദെ, ഇവളിങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അവളെ കാര്യം ഒഴിവാക്കി കൊടുത്തോളാം, എനിക്ക് നഷ്ടപരിഹാരം തന്നാൽ മതിയെന്ന്. അപ്പോൾ ഇവൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നഷ്ടപരിഹാരം നിങ്ങൾക്കല്ല, നിങ്ങളെ കൂർക്കം വലി സഹിച്ചിനി എനിക്കാ നഷ്ടപരിഹാരം തന്നെ. തമ്മിൽ പിണങ്ങിയാൽ പിന്നെ അങ്ങനെയാണല്ലോ ഇല്ലേ? നല്ല നിലക്ക് നിൽക്കുമ്പോൾ ഇവനിങ്ങനെ കൂർക്കം വലിച്ചെങ്കിൽ ഇവർക്ക് ഉറക്കു വരുള്ളൂ, ഒരു മ്യൂസിക്കായിട്ട് ഇങ്ങനെ അല്ലേ? ഒരു ദിവസം വലി നടന്നില്ലെങ്കിൽ പടച്ചോൻ ഇന്ന് വലിയൊന്നും കേൾക്കുന്നില്ല, എന്ത് പറ്റി ഒന്ന് തൊട്ട് നോക്കും, ഒന്നും അനങ്ങണില്ലല്ലോ. ഇതിപ്പോൾ തമ്മിൽ പിണങ്ങി നോക്കുമ്പോൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ട മട്ടത്തിലാണ് കാണുന്നത്. അള്ളാഹു ഖൈറ് തരട്ടെ. പെട്ടെന്ന് സംസാരിക്കും ചില ആളുകൾ. ഉമ്മു സലമ ബീബി റസൂലുള്ളാഹിനോട് പറയാൻ, നബിയെ, തങ്ങളെന്നെ കല്യാണം കഴിക്കൽ വല്ലാത്ത ഭാഗ്യമാണ്, പക്ഷേ ഞാൻ പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യപ്പെട്ടാൽ എന്താണ് സംസാരിക്കേണ്ടതെന്ന് എനിക്കെന്നെ അറിയില്ല. അങ്ങനത്തെ ഒരു പ്രകൃതിയാണ് എൻ്റെത്. തങ്ങളും ഞാനും ഇണതുണയായി ജീവിക്കുന്ന സമയത്ത് എനിക്കെങ്ങാനും ദേഷ്യം വരികയും തങ്ങളെ മുഖത്ത് നോക്കി ഞാൻ ദേഷ്യപ്പെടുകയും ചെയ്താൽ എനിക്ക് പിന്നെ നരകത്തിരുന്ന് കരകയറാൻ കൂടൂല. ഇതൊരു വല്ലാത്ത സങ്കടമല്ലേ? അതുകൊണ്ട് ഞാൻ വല്ലാത്ത വിഷമത്തിലാണ് നബിയേ. നിങ്ങൾ ആലോചിച്ച് നോക്കും,
നിങ്ങളൊരു പെണ്ണ് കാണാൻ വേണ്ടി പോയി. അവൾ പറയാണ് നിങ്ങളോട്, കല്യാണത്തിനൊന്നും കുഴപ്പമില്ല, ഞാൻ നല്ല ദേശക്കാരിയാണ് കേട്ടോ, അത് സഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ ഉണ്ടാവും? എന്നാൽ പിന്നെ അതന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിക്കുമോ? നമ്മളെ ബ്രോക്കർമാർക്കൊണ്ടൊരു കല്യാണത്തിന് പെണ്ണ് കാണിച്ചു കൊടുക്കൽ. ഒരു ചെക്കന് പെണ്ണ് കാണിച്ചു കൊടുത്ത് നോക്കുമ്പോൾ ആ പെണ്ണ് നടത്തത്തിന് ഇങ്ങനെ ചെറിയൊരു ഇത്. അപ്പോൾ ബ്രോക്കറോട് ചോദിച്ചു, ആ പെണ്ണിൻ്റെ കാലിനെന്തേ കുഴപ്പമുണ്ടോന്ന്. അത് നടത്തത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുക, കുഴപ്പമുള്ളതല്ല. അപ്പം ഇതൊക്കെ അവർക്ക് നടക്കും. കല്യാണം കഴിക്കുന്ന ആൾ ആലോചിക്കേണ്ട അവൻ്റെ കാര്യം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനോട് ഉമ്മു സലമ ബീബി പറയാണ്, നബിയെ തങ്ങൾ എന്നെ കല്യാണം കഴിച്ചാൽ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളാണ്. ആ ദേഷ്യമെങ്ങാനും തങ്ങളെ മുഖത്തേക്ക് പ്രകടിപ്പിച്ചാൽ ഞാൻ കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരും. അപ്പ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഉമ്മു സലമ നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങളെ ആ സ്വഭാവത്തിന് മാറ്റം വരാൻ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തോളാം. മുഹമ്മദ് മുസ്തഫ. വിമർശകർ പഠിക്കണം, നബി മുഹമ്മദുർ റസൂലുള്ളാഹ് 4 കുട്ടികളുള്ള ഉമ്മയെ കല്യാണം കഴിക്കാൻ ആലോചിച്ച റസൂലുള്ളാഹിനോട് ഉമ്മ പറയാണ്, ഞാൻ വലിയ ദേശക്കാരിയാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ ദേശത്തിന്റെ മാറ്റം വരാൻ ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്തോളാം. അപ്പൊ ഉമ്മു സലമ ബീവി പറഞ്ഞു, എന്നാ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അല്ലാ, കെട്ടുന്ന പെണ്ണിനാണ് ഡിമാൻഡ്. ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന്. അതെന്താന്ന് ചോദിച്ചു. നബിയെ എനിക്ക് പ്രായമായില്ലേ? നബി തങ്ങളെക്കാൾ 2 വയസ്സ് കൂടുതലാണോ എന്ന് പറയും. അപ്പോൾ എനിക്ക് പ്രായമായില്ലേ നബിയെ, തങ്ങളോടൊപ്പം ഒരു ഇണയായിട്ട് ജീവിക്കാൻ എനിക്ക് പ്രായമായില്ലേ? അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അത് സാരമില്ല, എനിക്കും പ്രായമായല്ലോ, പ്രായത്തിൻ്റെ കാര്യം നമ്മൾ 2 പേരും സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മു സലമ ബീവി പറഞ്ഞു, എനിക്കൊന്നും കൂടി പറയാനുണ്ടെന്ന്. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടെന്ന്. അതെന്താ? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ പ്രായം അങ്ങനെ പരിഗണിക്കാം, ബാക്കിയുള്ളതൊക്കെ അങ്ങനെ വിടാം. എന്നാലും ഞാൻ തങ്ങളോടൊപ്പം ഒരു ഇണയും തുണയുമായി ജീവിക്കുമ്പോൾ നബിയേ, ഞാൻ തങ്ങളെ വീട്ടിലേക്ക് പുതുമണവാട്ടിയായി വരുമ്പോൾ എൻ്റെ കൂടെ 4 മക്കളുണ്ട്. നബിയെ ഞാൻ ഈ 4 മക്കളെ സംരക്ഷിക്കുകയാണോ ചെയ്യേണ്ടത്? അതല്ല തങ്ങൾക്കൊരു ഭർത്താവായി നിൽക്കുകയാണോ വേണ്ടത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പെൺകുട്ടികളെ നോക്കി, ഈ മക്കളെ നോക്കിയിട്ട് അവരെ സംരക്ഷിക്കുന്നതിനിടക്ക് തങ്ങളെ കടമകളൊക്കെ നിർവഹിക്കാൻ എനിക്ക് കഴിയുമോ? അതങ്ങ് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഉമ്മു സലമ ഭയപ്പെടണ്ട, കല്യാണം കഴിഞ്ഞാൽ കുട്ടികളെ നമുക്ക് 2 പേർക്കും സംരക്ഷിച്ചുകൂടെ? യാ റബ്ബ് യാ റബ്ബ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കുടുംബ ജീവിതം.